എഫേർട്ടിൻ്റെ പകുതിയെങ്കിലും ബൈക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും കാണിക്കാം. നമുക്ക് ബൈക്കിൻ്റെ ആ ഒരു ഫുൾ പൊട്ടൻഷ്യൽ ഉപയോഗിക്കാൻ പറ്റും. ഒരു ബൈക്ക് എന്തൂസിയാസ്റ്റിനെ സംബന്ധിച്ച് അപ്രിലിയ എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് കടന്നു വരുന്നത് റേസിംഗ് ചാമ്പ്യൻഷിപ്സും മോട്ടോ GP ഒക്കെ ആയിരിക്കും. 1945 ഇറ്റലിയിൽ സ്റ്റാർട്ട് ചെയ്ത അപ്രിലിയ എന്ന ബ്രാൻഡ് 50-ലധികം വേൾഡ് ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽസ് വിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ 2024 മിഡിൽ വെയ്റ്റ് സെഗ്മെന്റിലേക്ക് ഒരു പ്രോപ്പർ സ്പോർട്സ് ബൈക്കിനെ കമ്പനി അവതരിപ്പിക്കുകയാണ്. സൂപ്പർ ബൈക്കിന്റെ ലെവലിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു മിഡ് കപ്പാസിറ്റി സ്പോർട്സ് ബൈക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള ബെസ്റ്റ് ഓപ്ഷൻ. പെർഫോമൻസ് കൊണ്ടും ലുക്ക് കൊണ്ടും വണ്ടി ഭ്രാന്തന്മാരുടെ മനസ്സ് കവരാൻ ഈ ഒരു ബൈക്കിന് കഴിയും. അപ്പോൾ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് റേസിംഗ് DNA ചോരത്തിളപ്പുള്ള പവിത്രമായ പാരലൽ ട്വിൻ ഹൃദയത്തിനുടമയായ RS തറവാട്ടി പറഞ്ഞ ഒരു ഇറ്റാലിയൻ സുന്ദരി. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഹിയർ ഈസ് അപ്രിലിയ RS 457. നല്ലൊരു പുതുവത്സര ആശംസകൾ നൽകിക്കൊണ്ട് തന്നെ നമുക്കൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. 2026 എന്നത് എല്ലാവർക്കും സന്തോഷവും സമാധാനവും വിജയവും നിറഞ്ഞൊരു വർഷമാകട്ടെ എന്ന് ഞാൻ മനസ്സറിഞ്ഞ് ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ മാക്സിമം എല്ലാവരും സെൽഫിഷാണെന്ന് നോക്കുക. ഇവൻ എന്താണ് ഇങ്ങനെ പറയുന്നത് എന്ന് വിചാരിക്കേണ്ട. അവനവൻ്റെ ആഗ്രഹങ്ങൾക്കും സന്തോഷത്തിനും വേണ്ടി ജീവിക്കുക. പോയതിനോർത്ത് വിഷമിക്കാതെ പുതിയ പുതിയ അവസരങ്ങളിലും ക്യാഷ് ഉണ്ടാക്കുന്നതിലും ഫോക്കസ് ചെയ്യുക. നമ്മളെ ആഗ്രഹങ്ങൾ നശിപ്പിക്കുന്ന ആളുകളെയും അനാവശ്യ ശീലങ്ങളും ഒഴിവാക്കി അവനവൻ്റെ ഉറക്കം കിട്ടുന്ന ആഗ്രഹങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുക. അപ്രിലിയ RS 457 എന്നത് ഒരു മിഡിൽ വെയ്റ്റ് ബൈക്കാണെങ്കിലും ബൈക്കിന്റെ ഷാർപ്പ് ഫെയറിങ്ങും അഗ്രസീവ് LED ഹെഡ്ലാമ്പ്സും എയറോഡൈനാമിക് ബോഡി വർക്ക്സും എല്ലാം ഈ ഒരു ബൈക്കിന് ഒരു പ്രീമിയം സൂപ്പർ ബൈക്ക് ഫീൽ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ടൈം ഈ ഒരു ബൈക്ക് കാണുമ്പോൾ തന്നെ ഒരു പ്രോപ്പർ സൂപ്പർ സ്പോർട്ട് വൈബാണ് നമുക്ക് കിട്ടുന്നത്. ബൈക്കിന്റെ ഷാർപ്പ് LED ഹെഡ്ലൈറ്റ്സ് ബാക്കി 500cc ബൈക്കിനെ വിറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ആംഗ്രി ഫേസ് ഈ ഒരു ബൈക്കിന് കൊടുക്കുന്നുണ്ട്. അപ്രിലിയയുടെ സിഗ്നേച്ചർ സ്റ്റൈലായുള്ള ഡ്യുവൽ LED DRLകൾ നമുക്കിതിൽ കാണാം. ബൈക്കിന്റെ സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ സൂപ്പർ ക്ലീൻ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ഫെയറിംഗ് മുതൽ ബാക്കിലെ ടെയിൽ സെക്ഷൻ വരെ ഒരൊറ്റ സ്മൂത്ത് ഫ്ലോയിലാണ് കമ്പനിയുടെ ബൈക്കിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്യൂൽ ടാങ്ക് ഡിസൈൻ വളരെ മസ്കുലർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. റൈഡർക്ക് ബൈക്കിനെ ഹഗ് ചെയ്തിരിക്കാനും റൈഡറിനും ബൈക്കുമായിട്ടുള്ള ഒരു കണക്ഷൻ നിലനിർത്താനും ഈ ഒരു ഫ്യൂൽ ടാങ്ക് ഡിസൈൻ വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബൈക്കിന്റെ ഫെയറിംഗ് ലൈൻസ് വളരെ ഷാർപ്പാണ്. ഒരു അൺനെസസറി ആയിട്ടുള്ള കട്ട്സ് പോലും കാണാനില്ല എന്നോണം പറയാം. എയറോഡൈനാമിക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഡിസൈൻ ആയതുകൊണ്ട് തന്നെ സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കുമ്പോൾ പ്രോപ്പർ റേസ് ബൈക്ക് സിലുവേറ്റ് ഒക്കെ നമുക്ക് കാണാം. ബൈക്കിന്റെ പവർ ഫിഗേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ 457cc ലിക്വിഡ് കൂൾഡ് പാരലൽ ട്വിൻ എഞ്ചിനാണ് ഈ ഒരു ബൈക്കിനുള്ളത്. ഇത് 47.6 bhp 9400 RPMലും 41.5 Nm ടോർക്ക് 6700 RPMലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പവർ ഫിഗേഴ്സിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സ്ട്രോങ് ആയിട്ടുള്ളൊരു മിഡ് റേഞ്ച് പഞ്ച് നൽകുന്ന ബൈക്കാണിത്. ഇതിന്റെ മറ്റൊരു വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 150cc 200cc ഒക്കെ ഓടിച്ച് പഠിച്ചവർക്കൊക്കെ ഈ ഒരു ബൈക്കിനെ എളുപ്പം ഹാൻഡിൽ ചെയ്യാനും ട്രാഫിക്കിലൊക്കെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാനും കഴിയും. ഞാൻ പറഞ്ഞ് ഇവനൊരു പൂക്കി സെറ്റപ്പ് ആക്കുന്നില്ല. ആളൊരു പൂച്ചക്കുട്ടിനെ പോലെ പരിചയപ്പെടുത്തിയെങ്കിലും ഒരു കാര്യം മറക്കാതിരിക്കുക, ആളുടെ സിരയിലൂടെ ഒഴുകുന്ന അപ്രിലിയൻ രക്തമാണ് റേസിംഗ് DNA ആണ്. ബൈക്ക് ഒരു 5000-6000 RPM ഒക്കെ കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് സ്റ്റോറി. ആ ഒരു RPM കഴിയുമ്പോഴാണ് ഇതിൻ്റെ പേര് RS 457 എന്ന പേര് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. നിങ്ങളൊരു ബിഗിനറാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു വിനയത്തോടെ ഇവനോട് പെരുമാറിക്കൊള്ളണം. തുടക്കത്തിൽ ആളൊരു പാവാണ്, ഒരു കുറച്ച് മാന്യമായിട്ട് പെരുമാറി എന്ന് കരുതി ഇവൻ്റെ നെഞ്ചത്ത് കയറാൻ നിന്ന ആള് നിങ്ങളുടെ അടുത്ത് തോട്ടിലിടും. പുട്ടുപോലെയാണ് വണ്ടി കയറി പോകുന്നത്. ലോഞ്ച് ചെയ്തപ്പോൾ നമുക്കൊരു പവർ വീലിംഗ് കിട്ടിയായിരുന്നു. ഏകദേശം ഒരു 200-ന്റെ അടുത്തൊക്കെ ആയിട്ട് ഈ ഒരു ബൈക്കിന് ടോപ്പ് സ്പീഡ് നമുക്ക് കിട്ടുന്നുണ്ട്. ബൈക്കിൻ്റെ ആ ഒരു പീക്ക് പെർഫോമൻസ് കാണിക്കുന്നതിനുള്ള റോഡും സാങ്കേതിക വിദ്യകളും ഇപ്പോൾ നമുക്കില്ല. ബൈക്കിനെ ടോപ്പ് എൻഡിലേക്ക് പുഷ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയും റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും ആരും അനുകരിക്കാതിരിക്കുക.
175 കിലോയാണ് ബൈക്കിന്റെ വെയിറ്റ് വരുന്നത്. എന്നിരുന്നാലും റൈഡിംഗ് പൊസിഷനും സസ്പെൻഷനും ഇതിനെ ബാലൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ആവറേജ് ഹൈറ്റ് ഉള്ളവർക്കും വളരെ നന്നായിട്ട് തന്നെ ഈ ഒരു ബൈക്കിനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയും. 13 ലിറ്ററാണ് ബൈക്കിന്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി. ഏകദേശം 25-നും 30-നും ഇടയ്ക്കായിട്ടാണ് ഈ ഒരു ബൈക്കിന് മൈലേജ് കിട്ടുന്നത്. ബൈക്കിന്റെ ഫ്രണ്ടിൽ 41 mm ട്രാവലുള്ള അപ് സൈഡ് ഡൗൺ ഫോക്സും റിയർ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ റൈഡറിന്റെ വെയിറ്റിനനുസരിച്ച് പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മോണോഷോക്കുമാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. കോർണറിങ്ങിലൊക്കെ നല്ല കോൺഫിഡൻസ് നൽകാൻ കഴിയുന്ന സസ്പെൻഷനാണ്. അത്യാവശ്യം സ്പോർട്ടി ആയിട്ടുള്ള സ്റ്റിഫർ ആയിട്ടുള്ള സസ്പെൻഷൻ. ഇതിന്റെ മറ്റൊരു സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംഫർട്ട് ലെവൽ കുറച്ച് കുറവാണ്. സീറ്റിംഗ് പോസ്റ്റർ കുറച്ച് കംഫർട്ടബിൾ ആണെങ്കിലും സീറ്റ് കുറച്ച് ഹാർഡാണ്. ഇവരെ കൊണ്ട് ലോങ് റൈഡൊക്കെ പോകണം എന്ന ചിന്താഗതിയുള്ളവർ ജെൽ സീറ്റ് നിർബന്ധമായിട്ടും കൂടെ കരുതുക. അതുപോലെ തന്നെ ബ്രേക്കിംഗ് ബൈറ്റ് കുറച്ച് കുറവുകളായിട്ട് ഫീൽ ചെയ്തു. നല്ലൊരു ടോപ്പ് സ്പീഡ് നൽകുന്ന ബൈക്കാണിത്. അത് വെച്ച് നോക്കുമ്പോൾ ഒരു ഹൈ സ്പീഡിൽ ഹാർഡ് ബ്രേക്കിംഗ് ചെയ്യേണ്ട സിറ്റുവേഷനിൽ റൈഡറിന്റെ കോൺഫിഡൻസ് കുറയ്ക്കാൻ ഇത് കാരണമായേക്കാം. ചില ഓണേഴ്സ് ബൈക്കിന്റെ എഞ്ചിൻ റിലയബിലിറ്റിനെ കുറിച്ച് പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. എഞ്ചിൻ നോയ്സും കംപ്രഷൻ ലോസും ക്യാം ചെയിൻ പ്രോബ്ലംസും അത്തരത്തിലൊക്കെ. ബ്രാൻഡിന്റെ ഭാഗത്തു നിന്നുള്ള മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ മാർക്കറ്റ് മോഡ്സും അതുപോലെ ഇറഗുലർ സർവീസിംഗ് എല്ലാം ഇത്തരം കാര്യങ്ങളിലേക്ക് വഴി വെച്ചേക്കാം എന്നാണ്. സോ പ്രോപ്പറായിട്ട് ബൈക്കിനെ മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഏതൊരു ബൈക്കും ആയിക്കോട്ടെ, ഒരു ബൈക്ക് വാങ്ങിക്കാനിട്ട എഫേർട്ടിന്റെ പകുതിയെങ്കിലും ബൈക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും കാണിക്കാം. ബൈക്കിന്റെ ലുക്ക് ഓവറോൾ അടിപൊളിയാണെങ്കിലും സ്പ്ലിറ്റ് ട്രിപ്പിൾ പോഡ് LED ഹെഡ്ലൈറ്റ്സിനോടും ബൈക്കിന്റെ ഫ്യൂൽ ടാങ്ക് ഡിസൈനോടും എന്തോ ഒരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നുന്നു. പിന്നെ ഈ ബൈക്കിൽ ഒരു ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല ലൗഡായിട്ടുള്ളൊരു എക്സോസ്റ്റാണിത്. ഒരു പോപ്പ് സവാങ്സ് കൂടെ ആകുമ്പോൾ റൈഡ് ഫീൽ എന്നത് 10 മടങ്ങാവും. ബൈക്ക് കാണുമ്പോൾ തന്നെ ഒരു ഫുള്ളി ഫ്ലെഡ്ജഡ് റേസിംഗ് ബൈക്ക് പോലെ തോന്നുമെങ്കിലും ബൈക്കിൽ ഒന്ന് കയറി ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും റൈഡിംഗ് പോസ്റ്റർ അത്ര അഗ്രസീവ് അല്ല. റൈഡറിന്റെ വെയിറ്റ് അത്ര എക്സ്ട്രീം ആയിട്ട് മുന്നോട്ട് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഷോൾഡറിലും ബ്രിസ്റ്റിലും വലിയൊരു സ്ട്രെസ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. മാത്രമല്ല ലോവർ ബാക്ക് പെയിൻ ഫീൽ ചെയ്യാൻ ചാൻസ് കുറവാണ്. ബാക്കിൽ പില്യൺ സീറ്റിന് പകരമായിട്ട് ഒരു സീറ്റ് കവളൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്താണോ ഈ ഒരു ഫുള്ളിഫൈഡ് ബൈക്സിലൊക്കെ സീറ്റ് കവളൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ എടുത്തു പറയേണ്ടത് ബൈക്കിന്റെ ടെയിൽ ലൈറ്റ് ഡിസൈനാണ്. ഒരു M ഷേപ്പ് പോലെ തോന്നുന്ന വെൽ ലുക്കിംഗ് ആയിട്ടുള്ള ടെയിൽ ലൈറ്റാണിത്. 800 mm ആണ് ബൈക്കിന്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. എൻ്റെ ഹൈറ്റ് 164 സെന്റിമീറ്റർ ആണ്. ഇത് വെച്ച് നോക്കുമ്പോൾ രണ്ട് കാലും ഫ്ലാറ്റ് ആയിട്ട് നിലത്ത് കുത്താൻ കഴിഞ്ഞില്ലെങ്കിലും രണ്ട് പാദത്തിന്റെ പകുതിയോളം എനിക്ക് ടച്ച് ചെയ്യാൻ കഴിയുന്നുണ്ട്. ബൈക്കിന്റെ വെയിറ്റും ക്യാരക്ടറും റൈഡിംഗ് പൊസിഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്പോർട്സ് ടൂറിങ്ങിനും നമുക്ക് വേണമെങ്കിൽ ഇവനെ യൂസ് ചെയ്യാൻ കഴിയും. മൈലേജും ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റിയും താരതമ്യേന കുറച്ച് കുറവായതുകൊണ്ട് ലോങ് റൈഡൊക്കെ പ്ലാൻ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് പെട്രോൾ പമ്പിന് ഒരു പ്രത്യേക പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ട് വന്നേക്കാം. പിന്നെ എനിക്ക് നിങ്ങളോട് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യുവർ റൈഡിങ് എൻജോയ് ചെയ്യുന്ന ഒരാൾക്ക് നമ്മുടെ കേരളത്തിലെ റോഡുകളിൽ ഒരു സൂപ്പർ ബൈക്കിന്റെ 15% അല്ലെങ്കിൽ 20% പൊട്ടേഷൻ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കുറേ നാൾ സൂപ്പർ ബൈക്കൊക്കെ ഓടിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് വന്നേക്കാം, സെയിൽ ചെയ്യാനും ചാൻസ് ഉണ്ട്. പ്യുവർ റൈഡിങ് നോക്കി ഒരു ബൈക്ക് എടുക്കുകയാണെങ്കിൽ ഒരു മിഡിൽ വെയിറ്റ് ബൈക്ക് അഥവാ അപ്രില, നിഞ്ച, KTM ഈ സെഗ്മെന്റാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം നമുക്ക് ബൈക്കിനെ അപ് ഷിഫ്റ്റ് ചെയ്ത് പോകാം, കോർണറിങ് എടുക്കാം, നമുക്ക് ബൈക്കിന്റെ ആ ഒരു ഫുൾ പൊട്ടൻഷ്യൽ ഉപയോഗിക്കാൻ പറ്റും. റൈഡിങ് പ്ലഷർ നമുക്ക് മാക്സിമം തരുന്നത് അപ്പുറത്തിലെ 457 പോലുള്ള വണ്ടികളാണ്. ചിലപ്പോൾ നമ്മൾ കർണാടകയിലോ ആന്ധ്രാപ്രദേശിലൊക്കെ ആണെങ്കിൽ നമുക്ക് സൂപ്പർ ബൈക്സിന്റെ പൊട്ടൻഷ്യൽ അതിനനുസരിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും. പക്ഷെ നമ്മുടെ കേരളത്തിലെ റോഡുകളിൽ ഒരിക്കലും നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു പ്യുവർ റൈഡിങ് സെൻസേഷൻ നോക്കി നടക്കുന്ന ഒരാൾക്ക് അപ്പുറത്തിലെ 457 മേക്സ് എ ലോട്ട്സ് ഓഫ് സ്പേസ്. എന്നിരുന്നാലും വൺ ഓഫ് ദ ബെസ്റ്റ് ബൈക്ക് എന്ന് നമുക്കൊരു ബൈക്കിനെ വിശേഷിപ്പിക്കാൻ പറ്റില്ല. ഈ ബൈക്കിനും അതിൻ്റെതായ നെഗറ്റീവ്സ് ഉണ്ട്. എടുത്തു പറയേണ്ടത് ബൈക്കിന്റെ വിലയാണ്. ഏകദേശം 5,72,000 രൂപയുടെ അടുത്താണ് കൊച്ചിയിൽ ഈ ഒരു ബൈക്കിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. സെഗ്മെന്റിലെ മറ്റു ബൈക്കുകളേക്കാൾ RS 457 വില അല്പം കൂടുതലാണ്. അപ്രീലയുടെ സർവീസ് സെന്ററുകൾ വളരെ കുറവാണ്. സ്പെയർ പാർട്സിന് വില കൂടുതലാണ്. മാത്രമല്ല പാർട്സ് കിട്ടാനൊക്കെ നല്ല ടൈം എടുക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ പെർഫോമൻസ് ഓറിയന്റഡ് ബൈക്ക് ആയതുകൊണ്ട് തന്നെ മൈലേജ് ഒക്കെ കമ്മിയായിരിക്കും. പിന്നെ ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ ബ്രാൻഡിന്റെ റീസെയിൽ വാല്യൂ ഇപ്പോഴും ഉറപ്പായിട്ടില്ല എന്നോണം പറയാം. ഒരു ജാപ്പനീസ് ബ്രാൻഡിനെ പോലെ ഡിമാൻഡ് ഉണ്ടാകുമോ എന്ന് കണ്ടറിയണം. 2026 ആരൊക്കെയാണ് അപ്പറിലെ RS 457 എടുക്കേണ്ടത്? ബൈക്കിന്റെ പെർഫോമൻസ് ഇഷ്ടപ്പെടുന്ന സ്പീഡ് എന്തൂസിയാസ്റ്റുകൾക്കുള്ള ഒരു ബൈക്കാണിത്. ഒരു 450cc സെഗ്മെന്റിൽ ക്വിക്കർ ആയിട്ടുള്ള ഒരു പഞ്ച് എഞ്ചിൻ എക്സ്പീരിയൻസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്കുള്ള പ്രോപ്പർ മെഷീൻ. ട്രാക്ക് ഡേ ഫാൻസിന് ഒക്കേഷണൽ ട്രാക്ക് ഡേയ്സിൽ പെർഫോമൻസ് ടെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഒരു ബെറ്റർ ഹാൻഡ്ലിങ്ങും ചേസിസ് ഡൈനാമിക്സ് എല്ലാം ഈ ഒരു ബൈക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
അതുപോലെ തന്നെ ഒരു 150 cc നിന്നൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് ഒരു പ്രീമിയം ബൈക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ബൈക്കിന്റെ ബഡ്ജറ്റും കുറച്ച് പ്രീമിയം ആയതിനാൽ ഒരു സൂപ്പർ ബൈക്കിന്റെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ച് നമുക്ക് നിൽക്കാൻ കഴിയും. ബൈക്കിന്റെ ഓണറിന്റെ പേര് അഭിജിത്ത് എന്നാണ്. ആളുടെ ഐഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ബൈക്കിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ ബൈക്കിന്റെ ഓണറിനോടോ അഭിപ്രായങ്ങൾ ചോദിക്കാം. നമ്മുടെ അപ്രിലെ RS457 വിശേഷങ്ങൾ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരായിരിക്കും. ദിസ് ഈസ് വിശാൽ വിജയൻ സൈനിങ് ഓഫ് ഫോർ മോട്ടോ ന്യൂസ് മലയാളം. താങ്ക് യു. അങ്ങോട്ട് വരാം. മാറാനായിട്ട് ഓർഡർ കൊടുത്തിട്ട് കംപ്ലീറ്റ് കഴിഞ്ഞു. എന്നെ താങ്ക് യു. എന്നാ പറ്റി? അല്ല കുറച്ച് പെട്രോൾ ഇല്ല അത് കുഴപ്പമില്ല, അതില്ല. ഞങ്ങൾ എന്തായാലും ഇപ്പൊ തന്നെ പോവാ, ഇങ്ങനെ എടുത്തോളാം. അതിനധികം ഓടിയിട്ടൊന്നുമില്ല വണ്ടി. നോ പ്രോബ്ലം. താങ്ക് യു. കുഴപ്പമില്ല. സൺഡേ ആയിരുന്നു, എല്ലാവരും ഫ്രീ ആയിരുന്നു. അപ്പോൾ ഉള്ളായിരത്ത് ചെയ്യുവാണെങ്കിൽ പിന്നെ പ്രോയ്ക്ക് എളുപ്പമായി.